ഇടുക്കി ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ അംഗമായിരുന്ന ഒരാൾ, അദ്ദേഹമാണ് ഇപ്പോൾ ഇടുക്കി ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനെതിരെയാണ് വനിതാ കോച്ച് പരാതി നൽകിയത്. ഞാൻ ഇക്കാര്യം KCA ഭാരവാഹികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ പറഞ്ഞു അത് റെഫർ ചെയ്ത് തള്ളിയ കേസാണ്. പിന്നെ ആ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ട് തള്ളി എന്നാണ് പറയുന്നത്. അതിൻ്റെ നിജസ്ഥിതി എന്താണ്? താങ്കൾക്കറിയോ അതേക്കുറിച്ച്? ശരി, വെരി ഗുഡ്. കൃത്യമായിട്ട് പറയാം നമ്പ്യാർജി. പരാതി കൊടുക്കുന്ന 2019, പരാതി തീർപ്പ് കൽപ്പിക്കുന്നത് 2020. ഞാൻ ഉദ്യോഗസ്ഥന്റെ പേര് പറയും, കാരണം അദ്ദേഹത്തെയൊക്കെ ഷെയിമായിട്ട് തോന്നുക. ഹി ഈസ് നോട്ട് ഫിറ്റ് ഫോർ ദിസ്. കാരണം അദ്ദേഹം പറയുന്നത് കുട്ടികളോട് ചോദിച്ചപ്പോൾ ഈ പീഡിപ്പിച്ചത് പറഞ്ഞില്ല എന്ന്. എൻ്റെ ചോദ്യം, ഒരു സ്ത്രീയോട് ഞാൻ പേഴ്സണലായിട്ട് അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് ആ സ്ത്രീയുടെ മൊഴി വെച്ചിട്ടാണ് കേസെടുക്കുക. അതിന് പകരം ഇവരെ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു സ്ത്രീയോട് നമുക്ക് അപമര്യാദയായിട്ട് പെരുമാറാൻ പറ്റുമോ? കുട്ടികളോട് ചോദിച്ചു, അവിടെ ജോലി ചെയ്യുന്ന വാർഡനോട് ചോദിച്ചു. അത് വെച്ചിട്ട് ആ റെഫർ റിപ്പോർട്ട് ഒന്ന് വായിക്കണം അനിൽജി. ഞാനും അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ചോദ്യം, ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറയണം. ശരി, അവളെ ആ ലേഡി കോച്ച് പറഞ്ഞത് തെറ്റാണെന്ന് എന്നെ കൂട്ടുക. എന്തുകൊണ്ട് 2020 ആ അക്കാഡമി ക്ലോസ് ചെയ്തു? എന്നാൽ അതിന് KCAയുടെ ഭാരവാഹി ഉത്തരം പറയുമോ? ഇന്നില്ല. ദൈവം സഹായിച്ച് അവർ ഉള്ളപ്പോൾ ഒന്ന് വിളിക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടം അതാ. കാരണം ഈ സംഭവം ഉണ്ടായതിനു ശേഷം അവിടുത്തെ വനിതാ അക്കാഡമി ക്ലോസ് ചെയ്യാണ്. ഇപ്പൊ ആകെ കൂടി ഒരു വനിതാ അക്കാഡമി ഉള്ളത് വയനാട്ടിൽ മാത്രം. അവിടുത്തെ സ്ഥിതിയും ഇപ്പോഴാണ് കുറച്ച് നേരമായിട്ട് വന്നത്. അതിനു മുമ്പ് ഇതിനും വളരെ ഉണ്ടായിട്ടുണ്ട്. അസോസിയേഷൻ മെമ്പർ ആയിരുന്നു, അദ്ദേഹത്തെ സെക്രട്ടറി ആക്കി. ഞാൻ നിങ്ങളോട് വളരെ അതാണ് അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തു. അദ്ദേഹം ഇപ്പൊ സെക്രട്ടറി. ഞാൻ ഓരോന്നും പറയാം. ഇപ്പൊ ഈ പ്രതിയായിട്ടുള്ള പയ്യനെ ഇവര് തന്നെ പറയുന്നു, ഞാൻ ഡിബേറ്റ് കണ്ടപ്പോൾ മിസ്റ്റർ രജിത് രാജ് എന്ന് പറഞ്ഞു കേട്ടു, ഇതിനു മുമ്പ് ഇദ്ദേഹം ഒരു കേസിൽ പെട്ടു എന്ന്. അങ്ങനെ പെട്ട ഒരാളെ, ഈ കുട്ടികളെ ഉപദ്രവിക്കുന്ന ഇതിൽ പെട്ട ഒരാളെ എങ്ങനെയാണ് ഇവർ തിരിച്ചു കൊണ്ടുവന്ന് കോച്ചാക്കുന്നത്? ഈ മെയ് മാസം വരെ കോച്ചാക്കിയത് എങ്ങനെയാ? ഞാൻ തൃശ്ശൂരുള്ള ഒരു കുട്ടിയോട് ചോദിച്ചു, ഇയാൾ കോച്ചാണ് ഇപ്പോൾ. എടുത്ത പ്രാവശ്യം പറഞ്ഞത്, ഞാനിപ്പോൾ അസോസിയേഷനായിട്ട് 2017 ഇവരായിട്ടുള്ള കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാനില്ല. ഇവർ എന്നെയും പുറത്താക്കിയിട്ടില്ല. എനിക്ക് അതിൽ വിഷമമില്ല. ഞാൻ ക്രിക്കറ്റ് അല്ല എൻ്റെ ഉപജീവന മാർഗം. KCAയിലെ 42 പേരിൽ എത്ര പേർക്ക് ജോലി ഇടുന്ന നമ്പ്യാരൊന്ന് അന്വേഷിക്കേ. KCA ആയിരിക്കും മിക്കവരുടെയും ഉപജീവന മാർഗം. ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, എണ്ണി പറയാം പേര്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പറയും. നിങ്ങൾ അന്വേഷിച്ചോളൂ. ചിലവരുടെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരിക്കുന്നത് വർക്ക്സ് അറ്റ് KCA. KCA മെമ്പറാ, ഓണററി പോസ്റ്റാണ്. ഇതുപോലെ ദയനീയതയാണ് ഇവർക്ക്. ഞാൻ പറയുന്നത്, ഈ പറയുന്ന ഓംബുഡ്സ്മാൻ, എനിക്ക് അവരോടാണ് ഏറ്റവും കൂടുതൽ അമർഷം. ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന അവർക്ക് എന്താ വെറുതെ മാസം ഈ ഓംബുഡ്സ്മാന്റെ ശമ്പളം മാത്രം മതിയോ? പണിയെടുക്കണ്ടേ അവരും? ഇങ്ങനൊരു TV-യിലും പത്രത്തിലും ഒക്കെ വന്നാൽ അവരൊരു റിപ്പോർട്ട് ചോദിച്ച് അതിന് നടപടിയെടുക്കാതെ മിണ്ടാണ്ടിരിക്കുകയാണോ ചെയ്യുക? ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ചില മീഡിയക്കാരോട് ചോദിച്ചു, നിങ്ങൾ വിളിച്ചോ? സാറേ പ്രതികരിക്കുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. എന്തൊരു ദയനീയ അവസ്ഥയാണ്. ഞാൻ പറയുന്നത്, ഹൈക്കോടതിയൊക്കെ ഇങ്ങനത്തെ കേസുകളിലാണ് ഹൈക്കോടതി അനങ്ങാതെ നിൽക്കുന്ന ആളുകൾക്കെതിരെ പോണ്ടത്. അതിനും കാരണമുണ്ട് അനിൽജി. ഞാൻ അതിന്റെ രേഖകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഹൈക്കോടതിയിലെ 6-7 ജഡ്ജസ് 2022 ലോകകപ്പ് കാണാൻ പോയിരുന്നു. അവർ ചിലപ്പോൾ പോയത് അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ അറേഞ്ച് ചെയ്തായിരിക്കാം. പക്ഷേ ഇവര് പഠിച്ചെടുക്കുന്നത് അതല്ല. KCAയുടെ ക്ഷണം സ്വീകരിച്ച ഹൈക്കോടതി ജഡ്ജിമാര് പോകുന്നു എന്നാ. അപ്പൊ ആരാണ് പേടിക്കാതിരിക്കുക? ഞാനൊരു അഭിഭാഷകനായിട്ട് നേരിടാൻ തയ്യാറാ. ഇപ്പൊ നമ്പ്യാർക്ക് ഒരു കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ പൈസ എത്ര പോവും? അനിൽ എത്ര പോവും? മേഡത്തിന് എത്ര പോവും? എല്ലാവരും ഇവരുടെ നോട്ടീസ് കിട്ടുമ്പോൾ അങ്ങ് പേടിച്ചു പോവും. അങ്ങനെ പേടിക്കാനുള്ള ഒന്നല്ല. ഡിഫമേഷനൊക്കെ കൃത്യമായി KCAനെ നമ്മൾ ഇവിടെ ആരും കുറ്റം പറഞ്ഞില്ല. KCA ഉപയോഗിച്ച് കള്ളത്തരം കാണിക്കുന്നവർക്കെതിരെ ഈ പറയുന്ന പ്രതി 6 കുട്ടികളെ, അനിൽ സാർ പറഞ്ഞ കറക്റ്റാ, എൻ്റെ അറിവിൽ 3 പേരും കൂടി പരാതി കൊടുക്കാൻ റെഡി ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ വിഷയം 2 ദിവസമായിട്ടേ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്നെ ഇന്ന് രാവിലെ 7:30 എന്നെ അറിയുന്ന ഒരാൾ വിളിച്ച് ചോദിക്കുന്നത്, പ്രതിക്ക് വേണ്ടി നിങ്ങൾ വരുന്ന KCAയിലുള്ളവർ പറഞ്ഞു. ജീവിതത്തിലില്ല. ഞാൻ കള്ളന്മാർക്കൊക്കെ വേണ്ടി കേസ് എടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ അർത്ഥം ഇതുപോലെ നീച പ്രവൃത്തി ചെയ്യുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്ന ഗെയിമിനെ നശിപ്പിക്കുന്നവർക്കും വേണ്ടിയിട്ടല്ല ഇരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരുപാട് പാവപ്പെട്ട, അതിനുശേഷമാണ് 3 പാരൻസ് എന്നെ വിളിച്ചത്, അവരുടെ വിഷമം പറഞ്ഞത്.
ഇവരോട് എന്തെങ്കിലും അനിൽജി നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആങ്കർമാരോ മീഡിയയിലുള്ളവരോ ചോദിക്കണം, ആരാണ് ഈ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ വനിതാ ക്രിക്കറ്റിന്റെ ചുമതല? പിന്നെ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു വനിതാ ക്രിക്കറ്ററുണ്ട്, പേര് രമ. ചോദിക്കൂ, ടിനു യോഹന്നാൻ എവിടെ? ഇല്ല. അതുപോലെ തന്നെ ഇന്നലെ അവർ പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ച അത് ഞാനൊന്ന് റിപ്ലൈ ചെയ്ത് പറഞ്ഞു പോവാണ്, കുറെ കുട്ടികൾക്ക് ഇവർ പൈസ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് സംസ്ഥാന ലെവലില് അതുപോലെ സോൺ ലെവലിൽ കളിക്കുന്ന എത്ര കുട്ടികൾക്ക് KCA അവർക്ക് കിറ്റ് മേടിച്ചു കൊടുക്കുന്നുണ്ട്? പറയട്ടെ, വെറുതെ പറയുന്നതാണ്. അവിടെ ഒരു സഹതാപ തരംഗം കിട്ടാൻ വേണ്ടി അത് പറഞ്ഞു. പിന്നെ എഴുതിയാൽ അതും അനിൽ നമ്പ്യാരോട് ഒരു കാര്യം പറയാം. കേരളത്തിൽ ഞാൻ പറഞ്ഞുതരാം, കേരളത്തിൽ എല്ലാ ഭാരവാഹികളും CPM-കാരാ. കാരണം ഒരു CPM-ന്റെ ആളുടെ സഹായം വേണം. പക്ഷെ അവിടെ പോയാൽ എല്ലാവരും BJP ആയി മാറും. ഇതിനെതിരെ കൃത്യമായ വിവരങ്ങൾ എത്തിച്ചിട്ടുണ്ട്. പ്ലേയേഴ്സ്, നിങ്ങൾ വിളിക്കേണ്ടത് ഞങ്ങളെ പോലെയുള്ളവരെ കൂട്ടത്തിലെ ടിനു യോഹന്നാൻ, ശ്രീശാന്ത്, ഇവരൊക്കെ കേരളത്തിന്റെ അഭിമാനങ്ങളാണ്. ഇവരെന്തുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നു? ഞാൻ മനസ്സിലാക്കിയത് ടിനു യോഹന്നാൻ മടുത്തിട്ടാ തോന്നുന്നുണ്ട്. അദ്ദേഹം ആന്ധ്രയിലേക്ക് പോയി കോച്ചായിട്ട്. അയാൾ ക്രിക്കറ്റിന്റെ ഇതായിരുന്നു, പറയാൻ പറ്റുന്നില്ല. കാരണം അവരുടെ പെൻഷൻ കട്ട് ചെയ്യും. ഇവരെ തോന്നിവാസങ്ങൾ അതിലാ. കേരളം അറിയപ്പെടുന്ന ഇട്ടി ചെറിയാൻ, നിങ്ങൾ ചോദിച്ചോളൂ. ഇട്ടി ചെറിയാൻ കേരളത്തിലെ ഏറ്റവും നല്ലൊരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിരുന്നു. അദ്ദേഹം ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്തപ്പോൾ ഡയാലിസിലുള്ള അദ്ദേഹത്തിന്റെ ഫണ്ട്, മെഡിക്കൽ അലവൻസ് കട്ട് ചെയ്യാൻ ലെറ്റർ അയച്ച മിടുക്കന്മാരാണ് ഇന്നലെ വന്നിരുന്ന് വാചകടിച്ചത്. ഇനി വനിതാ ക്രിക്കറ്റ് അസോസിയേഷൻ, ക്രിക്കറ്റ് വെയിലത്ത് കളിച്ച കുറെ പേരുണ്ട്, അവരുടെ സംഘടനയുണ്ട്. അതിലൊരു മേഡമുണ്ട്. ആ മേഡമാണ് ഈ പറയുന്ന കോച്ചിനെ പോയി കണ്ട് സഹായിക്കാൻ പോയത്. IMAക്കെതിരെ ആ മേഡം അയച്ച മെയില് 19-ാം തീയതി മെയിൽ അയക്കുന്നു. വൈകുന്നേരം ഞാൻ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നമ്പ്യാർക്കും അയച്ചുതരാം. ജനുവരി 19-ാം തീയതി മെയിൽ അയക്കുകയാണ്, ഇങ്ങനെ ഒരു ഹരാസ്മെന്റ് നടന്നു എന്ന് അറിയുന്നു, നിങ്ങൾ അതിൽ നടപടി സ്വീകരിക്കണം, വേണ്ട കാര്യങ്ങൾ. സെക്രട്ടറി ഇന്നലെ വന്നിരുന്ന ശ്രീജിത്തിനെ അയക്കുന്നു. 19-ാം തീയതി 5 മണിക്ക് മെയിൽ അയക്കുന്നു. കാലത്ത് 10:45 മറുപടി ശ്രീജിത്തിന്റെ. നിങ്ങൾ ഡിഫമേറ്ററി ആയിട്ടാണ് പറയുന്നത്, മാപ്പ് പറയണം. സാധാരണഗതിയിൽ ഒരു സെക്രട്ടറി ചെയ്യേണ്ട എന്താ? ഒരു പരാതി കിട്ടി, അത് അന്വേഷിച്ച് 1-2 ദിവസം കഴിഞ്ഞിട്ടല്ലേ ചെയ്യുക. 24 മണിക്കൂർ പോയിട്ട് 12 മണിക്കൂറിനുള്ളിൽ മറുപടി വന്നു. നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. എനിക്ക് പറയാനുള്ളത്, മനുവിന്റെ വിഷയത്തെ പരാതി അയച്ച ആളുടെ ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും എനിക്ക് ശ്രീശാന്ത് പോലും ഹാക്ക് ചെയ്തല്ലോ വക്കീലെ. അതെന്താ വെച്ചാൽ നിങ്ങൾ അത് ഇന്നലെ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടു. ഒന്നും കൊണ്ടും പഴക്കേണ്ട. എനിക്കും 2 ഫോൺ നമ്പർ ഉണ്ട്. പഴയ കാലത്ത് KCA-യിൽ ഇരിക്കുമ്പോൾ ഒരു ഫോൺ നമ്പർ എടുത്തിരുന്നു. എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ആരൊക്കെ വിളിച്ചതിന് ഐറ്റമൈസ് നമ്പർ എടുത്തിരുന്നു അവര്. ഞാൻ KCA വിട്ടു പോരുമ്പോൾ അത് എൻ്റെ പേരിലേക്ക് മാറ്റി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇത് എടുക്കുമ്പോൾ 160 എത്ര രൂപ കട്ട് ചെയ്യും. ഞാൻ പരാതി കൊടുത്തു. എന്നെ അന്ന് ഐഡിയയുടെ മാനേജർ വിളിച്ച് പറഞ്ഞത്, ടേക്കപ്പ് ചെയ്യരുത്, തിരുവനന്തപുരത്ത് ഒരു പയ്യന് അബദ്ധം പറ്റിയതാ, ലിസ്റ്റ് എടുത്തപ്പോൾ അതിന് പോയതാണ്. ഞാൻ നിങ്ങൾക്ക് തരാം, ഒന്നും മടിക്കണ്ട. എനിക്ക് ഇവിടെ പറയാനുള്ളത്, ടിനു യോഹന്നാൻ ഈ ഇതിലെ ജനറൽ ബോഡി മെമ്പറാണ്, ശ്രീശാന്ത് മെമ്പറാണ്. പറയണം, എന്തുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നു? തീർച്ചയായും അവരുടെ പ്രതികരണം എടുക്കാം. അവർ ക്രിക്കറ്റേഴ്സ് അല്ലേ? അവർക്കില്ലേ വേദന? അവർക്കില്ലേ പെൺകുട്ടികൾ?